അപ്പോൾ നമ്മുടെ മലയാളി ഫാമിലിയൊക്കെ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട്. കുട്ടാപ്പി ചേട്ടൻ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കും പോവാം ഗൈസ്. ഓക്കെ, ഐസ് കിടക്കണമൊക്കെ ഇവിടെയൊക്കെ. കുട്ടാപ്പിയോടെ അങ്ങ് ദൂരേക്ക് എത്തിയിട്ടോ. കയറ്റായതുകൊണ്ട് ചവിട്ടി കയറ്റാൻ പറ്റണില്ല മൂപ്പർക്ക്. അപ്പോൾ നൈസായിട്ട് ഉന്തി പോവാണ് ഗൈസ്. ആളെ സമ്മതിക്കണം കേട്ടോ. എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ട വഴി മൊത്തം കയറ്റായതുകൊണ്ട് തന്നെ ചവിട്ടുക എന്ന് പറയണത് പോസിബിൾ അല്ലല്ലോ. അങ്ങനെ നമ്മളിങ്ങനെ കറങ്ങി തന്നെ മുകളിലോട്ട് പോകണം ഗൈസ്. ഇതാ പോണം കുട്ടാപ്പി ചേട്ടൻ. കണ്ടോ, പാവം ഉന്തിയിട്ടാണ് പോണേ. പുള്ളിക്കാരൻ്റെ വണ്ടി നമ്മുടെ ഒരു ഗ്ലൗസ് ഇരിക്കുന്നുണ്ട്. അല്ലടോ, ഇതാക്കി തരണ, കാല് വെച്ച് തരണ. എന്നാ വണ്ടിയിൽ കയറ്റിയാലോ? വണ്ടിയിൽ കയറ്റാലോ? നായ തള്ളിയാലാ. അത് സീനാ. അവിടക്ക ഓക്കെ. പുള്ളിക്കാരൻ കയറ്റങ്ങളോ കാര്യത്തിൽ കൊണ്ട് സ്ലോ ആണ് കേട്ടോ. നമ്മളിന്ന് എന്തായാലും ലഡാക്ക് പിടിക്കാന്നുള്ളൊരു പ്ലാനിലാണ്. ഓക്കെ, ലഡാക്ക്. ഡ്രൈവ് വിത്ത് റീസൺ ദിസ് സമ്മർ സീസൺ. ഏതാ ബിയറോന്റെ കോഡ്സിലെ. പക്ഷെ എൻ്റെ മോനെ തിരുവിരിഞ്ഞപ്പോ കാണുന്ന കാഴ്ച നോക്കി, എന്ത് ഭംഗിയാണല്ലേ കാണാൻ. അയ്യോ, സ്നോ എന്നൊക്കെ പറയുമ്പോ എന്ത് രസമാണ് പൈസ. പക്ഷെ എൻ്റെ പൊന്നെ അവിടെയൊക്കെ നോക്കിയേ എന്ത് ഭംഗിയാണല്ലേ. ഐസ് ഉരുക്കിക്കണമെങ്കിൽ അതെന്താ ഈ ചില പോർഷനിൽ മാത്രം ഉണ്ടെങ്കിൽ ഐസ് വന്നിട്ടുണ്ടാവും, മുകളിലൊന്നും ഐസ് ഇല്ല. ആ, ശരിക്കും വരച്ചു വെച്ച പോലെ ഉണ്ട് ഐസ് വലത്തെ സൈഡിൽ. നോക്കി നിങ്ങൾ, എന്ത് ഭംഗിയാണ്. അല്ല, ഈ ഐസൊക്കെ എങ്ങനെ വന്നിട്ടുണ്ടാവും ഇവിടെ? മുകളിലൊന്നും ഐസില്ല, ഇവിടെ മാത്രം താഴെ തറയെ മാത്രം ഐസ് എടുക്കണം. ഇതൊക്കെ നിൽക്കണോക്കി സീനി. ഓ, പൊടിഞ്ഞിട്ടാണ് നിൽക്കണം കേട്ടോ അതൊക്കെ മൊത്തം. അയ്യോ, ആ ഐസ് ഷൂവിൻ്റെ ഉള്ളിൽ ഐസ് പോയി. ഏതാ മല, ഏതാ മഞ്ഞ്. ഓ, അവിടേക്ക് വേറെ ഭംഗി ഇങ്ങോട്ട് കാണാൻ എന്ത് രസം എന്നറിയാം. The land of high passes. ഒരുപാട് തണവെന്ന് പറയാനില്ല കേട്ടോ, സഹിക്കാൻ പറ്റുന്ന തണവഞ്ഞുള്ളൂ ഗൈസ്. പിന്നെ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ ബാലൻസ്ഡാ. റോഡ് പോകാൻ ഒരു രക്ഷയില്ല, അടിപൊളി റോഡാട്ടോ. ഫുള്ളി റബ്ബറൈസ്ഡ് റോഡാണ്, അതുകൊണ്ട് തന്നെ വേറെ ചടപ്പില്ല ഓടിക്കാൻ. വളരെ രസമായിട്ട് ഇങ്ങനെ പോവാം നമുക്ക് ഇങ്ങനെ. അയ്യോ, ആ മലയൊക്കെ നോക്കിയേ, ഏത് രസമല്ലേ. നോക്കിയേ, ഇങ്ങനെ ഒരു മരം പോലെ നിൽക്കണം നോക്കിയേ, അതിന് ചുറ്റും മഞ്ഞ് കണ്ടോ.
Life is a journey. Complete it, bro. അതിൽ കൂടെ ഒക്കെ കണ്ടിങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ കയറി പോവാൻ. കയറി ടോപ്പിലേക്ക് എത്തിട്ടാ. ഇതൊക്കെ മഞ്ഞുമലയുടെ അടുത്തെത്തി. ഏതൊരു സ്ഥലേ. എന്റെ മോനെ നോക്കിയ നിങ്ങള്, എന്ത് ഭംഗിയടോ, എന്ത് രസമായിട്ട് നിങ്ങളല്ലേ. ഒരു രക്ഷയില്ലാട്ടാ, സീന്. ഞാനിത് സ്വപ്നത്തിൽ വല്ലതാണോ? എൻ്റെ ദൈവമേ, നല്ല രസമാണ് കേട്ടോ അങ്ങനെ വെള്ളം അങ്ങനെ പുതച്ചെടുക്കണ കാണാനായിട്ടേ. എന്ത് ഭംഗിയാന്ന് അറിയാവോ. അല്ലെങ്കിൽ ഈ വൈറ്റ് കളറിൻ്റെ പ്രത്യേക ഭംഗിയാണ് ഗൈസ്. അതിങ്ങനെ ഇങ്ങനെ മലമുകളിൽ ഇങ്ങനെ ചുറ്റും നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എങ്ങനെ ഇരിക്കും. നിങ്ങളൊന്ന് ആസ്വദിച്ച് കണ്ടോക്ക്. അയ്യോ, ബ്ലാക്ക് ഐസ് ആണോ? ഒരാളെ കൊടുക്കണ്ടല്ലോ അവിടെ. ദൂരെ ദൂരെ ചടുല താളം പോലെ. ഓരോ തിരിവും ഇങ്ങോട്ട് തിരിയുമ്പോണ്ടല്ലോ എന്തൊരു ഭംഗിയാന്നറിയാ. എൻ്റെ മോനെ, ഐശ്വര്യക്ക് വീണ് നോക്കിയേ. ഓരോ തിരിവ് കഴിയുമ്പോഴും വേറെ സ്വർഗം മൂടാട്ടാ. ഹെവൻ മൂടാ, ഹെവൻ. അയ്യോ, വെള്ളാകുമ്പോ സീനാലോ. ഏതാ സീൻ. എൻ്റെ മോനെ, ഇടിഞ്ഞിട്ട് നോക്കിയേ. സീനാണ്ടാ. ഷൂട്ടിംഗ് സ്റ്റോണിൻ്റെ ഏരിയ,
വലത്തോട്ടൊന്ന് നോക്കി നിങ്ങള്. എന്റെ ദൈവമേ, നമ്മുടെ ഇന്ത്യയിലാണ് കേട്ടോ അതൊക്കെ. അതിന്റെ ടോപ്പിലല്ലേ ഒരു സാധനം BSF ആയിരിക്കും. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലാണ് ഗൈസ്. നിങ്ങൾ ആലോചിക്കണം. സ്വിറ്റ്സർലാൻഡൊന്നും അല്ലപ്പത്. ഏതാ ഭംഗി. വാ, മഞ്ഞുമല മാറി വേറെ മലകളായിട്ടാ നോക്കി. ഫുള്ള് മലകൾ മാത്രം. ഒരു മരമില്ല, ഒന്നുമില്ല. ഒരു അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇട്ടാ നോക്കിയേ. സ്ലിപ്പറി റോഡ്സ്, അതാണ് പ്രശ്നം. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. കാറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജങ്കാർ കാറ്റ് വീശാണ്. വണ്ടിയാണെങ്കിൽ സൈഡിലേക്ക് വലിക്കണം. അമ്മാര് കാറ്റ്. കാറ്റ് വീശുമ്പോണ്ടല്ലോ നല്ല ഐസ് കാറ്റാണ് വീശുന്നത്. ഐസ് കാറ്റ്. പിന്നെ കുറച്ച് കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യണം ഗൈസ്. റോഡ് ഈ ഐസ് ഉരുകി വരുന്ന വെള്ളമല്ലേ, അത് ഇച്ചിരി സ്ലിപ്പറിയാണ്. പിന്നെ എന്താ പറയുക, ഇവിടുത്തെ ലോക്കൽ ഡ്രൈവേഴ്സും ടാക്സി ഡ്രൈവേഴ്സൊക്കെ ഷീൻ ഡ്രൈവിംഗ് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഒന്ന് സേഫായിട്ട് നോക്കിക്കൊണ്ട് ഓടിച്ചാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. ഓ, കല്ലൊക്കെ വീണ് നടക്കണം നോക്കി ഇവിടെ. സീനട്ടോ. ഷൂട്ടിംഗ് സ്റ്റോൺ ഏരിയ. നമ്മളെ മുകളിലത്തെ ഐസിന്റെ സെക്ഷനിൽ നിന്നും താഴ്ത്തേക്ക് ഇറങ്ങിയിട്ടപ്പോ ഇനി ഇവിടുന്ന് നമുക്ക് ഏകദേശം 160 കിലോമീറ്റർ ഉണ്ട് അല്ലേ. റോഡ് അടിപൊളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. വലിയ സീനില്ല. റൈറ്റ് സൈഡ് നമ്മളല്ലേ ഫുള്ള് കല്ലുകളൊക്കെ വെറുതെ എടുത്ത് വെച്ച പോലെ ഉണ്ട് അല്ലേ. സീരിയൽസ്. ഏതൊരു വില്ലേജ് എത്തിയിട്ടുണ്ട് കേട്ടോ. വില്ലേജ് വീടുകളൊക്കെ നോക്കി നിങ്ങൾ നോക്കിയേ. വീടുകളൊക്കെ എന്ത് സീനാണുള്ളത് ഉണ്ടോ. ഈ വീടുകളൊക്കെ നോക്കിയേ ലെഫ്റ്റിലൊക്കെ. ഇത് വീടുകളാണോ കടകളാണോ എന്ന് അറിയില്ല. എന്തായാലും അവിടെ താമസമുണ്ട്. ഇവിടെ എൻട്രി ചെയ്തിട്ട് വേണ്ട നമുക്ക് പോവാൻ. ഇപ്പോൾ ഇവിടെ എൻട്രി ചെയ്തു. നമുക്കിനി നീങ്ങാം. ലഡാക്ക് പോലീസിൻ്റെ വണ്ടി നോക്കിയേ. ആംബുലൻസ് പോലെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഡുവൽ പർപ്പസ് ആയിരിക്കും, അറിയില്ല. വണ്ടിയുടെ പേര് നോക്കിയേ, തൂഫാൻ. ഫുള്ള് സോളാർ പാനലിൻ്റെ കളിയാട്ടോ അവിടെ. ഈ വില്ലേജിൻ്റെ അഡ്ജൂട്ട് നോക്കി 11,866. ഓ, ദൂരെ കാണുന്നൊക്കെ സീൻ മഞ്ഞുമലകളാട്ടോ. എന്ത് ഭംഗിയാ നോക്കിയേ. സൂപ്പറായിട്ടുണ്ട് സുഹൃത്തുക്കളെ, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഈ വഴിയൊക്കെ സീസൺ ടൈമിൽ ഫുള്ള് സ്നോ ഔട്ടാ. നവംബർ ഡിസംബർ ആ ഒരു ടൈമിലൊക്കെ ചിന്തിക്കാൻ പറ്റില്ല. ഫുള്ള് സ്നോ ആയിരിക്കും രണ്ട് സൈഡും. ഈ കാണുന്ന മലകളിൽ മൊത്തം സ്നോ ആയിരിക്കും. മുകളിലുള്ള മലകളൊക്കെ നോക്കി ഇങ്ങനെ മോനെ പോലെ നിൽക്കണം നോക്കി. അതിൻ്റെ മുകളിൽ മൊത്തം മഞ്ഞുട്ടോ. ഏത് രസല്ലേ. ലെഫ്റ്റ് സൈഡ് നോക്കിയേ, ഒരു വേറെ ടൈപ്പ് ഹില്ല് കേട്ടോ. അവിടെ ഹിൽസിന് കാണാൻ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. മഞ്ഞുണ്ടെങ്കിലും മഞ്ഞില്ലെങ്കിലും കൊണ്ടോ
ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു പ്രത്യേക ഷേപ്പുകളാണ് എല്ലാ മലയ്ക്കും. ഒരു വീടൊക്കെ നോക്കി എന്ത് സീനാണല്ലേ, ഉണ്ടോ എന്ത് സീൻ വീടാണ് ഇത്. അയ്യോ നേരെ കാണണമെങ്കിൽ എൻ്റെ മോനെ ഭീകരമായിട്ടുള്ളൊരു മല കാണുമ്പോൾ തന്നെ ഒരു ഭീകരത ഫീൽ ചെയ്യും. മല നേരെ കാണണമെങ്കിൽ സീൻ മല കേട്ടോ. ഗൈസ് നിങ്ങൾ നേരെ കാണുന്ന ഹില്ലിൻ്റെ ഒരു കളർ കണ്ടോ നിങ്ങൾ നോക്കിയ, ഒരു പർപ്പിൾ അല്ലെങ്കിൽ ഗ്രേപ്സ് കളർ ഇട്ടാ ആ ഹില്ല്. നേരെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയേ വേറൊരു ടൈപ്പ് ഓഫ് മല കേട്ടോ, വേറെ തന്നെ മൂടല്ലേ. ഇത് വേറൊരു ടൈപ്പ്. ഇതിനൊക്കെ നേരെ കാണുന്ന നോക്കി നല്ല രസമുണ്ട് കേട്ടോ, ഒരു മുന്തിരി കളർ ഹില്ല്. എങ്ങനെയുണ്ട്, സൂപ്പറായില്ലേ? വേറെ സൈഡിൽ അടുത്ത് അവിടെ എത്തുമ്പോൾ നമുക്ക് അടുത്ത് കാണാൻ പറ്റും ഗൈസ്. അപ്പം ഞാൻ കളർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതാ ഭംഗിയില്ലേ? അയ്യോ ഇടിച്ചുണ്ടേ. അയ്യോ മലയുടെ ഒരു കളർ നോക്കിയേ എന്ത് രസമാണല്ലോ കാണാൻ, ഒരു മുന്തിരി കളർ ഇട്ടാ മലയ്ക്ക്. പ്രകൃതിയുടെ ഓരോ വികൃതികളെ ഉണ്ടോ, കളറുണ്ടോ പാറയുടെ നോക്കിയേ, ഒരു ഗ്രേപ്പ് കളറല്ലേ കല്ലിനൊക്കെ, എന്താ സീനല്ലേ. അയ്യോ അടർന്ന് നിൽക്കണോക്കി സാധനം. അയ്യോ നോക്കിയണ്ടോ വേമ്പ് അവിടുന്ന്. അയ്യോ ഷൂട്ടിങ് സ്റ്റോൺ വേണ്ട വേണ്ട സീന ദീമലൊക്കെ നോക്കിയേ വേറെ തന്നെ ടൈപ്പ് ചെയ്തിട്ടാ രസമായിട്ടുണ്ട്. ഒരു ചന്ദന കളർ ഇല്ല കൈസ് അത് കാണുന്നത്. ഇത് ലെഫ്റ്റിൽ കാണുന്നത് പർപ്പിള്, ഏതാ മൂടല്ലേ, പല കളറാട്ടോ ടെറൈനുകള് ഒക്കെ പല പല കളറ്. ഈ പോരൊക്കെ നിക്കണം ഇപ്പൊ എൻ്റെ പൊന്നളത് ഇപ്പൊ വീടുന്നുള്ള ലൈനിലാണ് നിക്കണേ. ഈ മലയ്ക്ക് നിക്കണമെങ്കി ഇങ്ങനെ രസമായിണ്ടല്ലേ. ഇതില്ലേ ഒക്കെ വെറൈറ്റി കാഴ്ചകളാണ് ഗൈസ്. പക്ഷെ അതുപോലെ ഡേഞ്ചറസ് ആണ്, ഏത് നിമിഷം വേണമെങ്കിലും ഇത് പൊട്ടി വിടാം. ആ ലൈനിൽ ഈ കല്ലൊക്കെ നിൽക്കണേ നോക്കി നിങ്ങൾ, സീനാ ഇവിടം സീനാ. അയ്യോ വീണ്ടും പർപ്പിൾ റോക്സ് ഇട്ടാ നോക്കിയേ കണ്ടോ, പർപ്പിൾ ഉണ്ട്, വേറൊരു തരം കളർ വരുന്നുണ്ട്, സ്ലൈറ്റ് കളർ വരുന്നുണ്ട്. നോക്കിയേ മിക്സ്ഡ് കളർ റോക്സ്, എന്ത് രസമല്ലേ. അയ്യോ അവിടെയൊക്കെ വേറെ തന്നെ കളർ കേട്ടോ. അതെങ്ങനെയാണല്ലോ ഇങ്ങനെ ഒരു ഹില്ലിൽ തന്നെ പല പല കളറുകൾ വരുന്നേ, രസമായിട്ടില്ല അത്. അയ്യോ റോഡ് ചെറിയൊരു അലമ്പായി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ മൊത്തം ലാൻഡ് സ്ലൈഡ് ഏരിയ ആയതുകൊണ്ടേ അതാണ് പ്രശ്നം. കണ്ടോ അതൊക്കെ ലാൻഡ് സ്ലൈഡ് വന്നിട്ട് മാറ്റിയിട്ടുള്ള കല്ലുകളാണ് ഗൈസ്. അയ്യോ റൈറ്റിക്ക് നോക്കാൻ പറ്റില്ല കേട്ടോ, അമ്മാരിയില്ല എൻ്റെ പൊന്നെ. അമ്മാരി ഡപ്ത എൻ്റെ പൊന്നെ, നോക്കുമ്പോൾ തന്നെ പേടിയാവും റൈറ്റിലോട്ട്. നേരെ കാണുമ്പോൾ നോക്കിയേ വേറൊരു പ്രത്യേക ടൈപ്പ് സാധനം ഉണ്ടാവും, ഒരു ഭീകരത തോന്നിപ്പിക്കുന്ന പോലത്തെ ഒരു മല നോക്കിയേ, സീനല്ലേ. അവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് കൈസ്, കൊണ്ട് ഇടിഞ്ഞു പോയിക്കണോക്കി അവിടെയൊക്കെ സീനാ.
അയ്യോ ഇത് എവിടെയൊക്കെ ഉണ്ടോ ഇടിഞ്ഞു പോയിട്ട് നോക്കി താഴത്തേക്ക് അങ്ങോട്ട് പോയേക്കാട്ട് ഇടിഞ്ഞിട്ട് താഴത്തേക്ക് ചെറുതൊന്നല്ല നല്ല ഡെപ്ത് ഉണ്ട് കിളി പോകും താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അത്രയും ഡെപ്താ എന്റെ ദൈവമേ എന്ത് മലയാടോ ഭീകരന്മാരായിട്ടുള്ള മലകളാണ് ഗൈസ് ഭീകരന്മാരായിട്ടുള്ള മലകൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നിപ്പിക്കുന്ന പോലത്തെ മലകളാ അതിന്റെ നിൽപ്പ് തന്നെ കണ്ട ഈ പാറയുടെ നിൽപ്പ് തന്നെ ശരിയല്ല പണി പാളും അയ്യോ അതെ അതെ പാറകളൊക്കെ നിൽക്കണമൊക്കെ എൻ്റെ സുഹൃത്തുക്കളെ സീനോട്ടോ ഭീകരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീകരത തന്നെ എപ്പോൾ വേണമെങ്കിലും വീഴാവുന്ന സെറ്റപ്പിലാണ് നിൽക്കണേ ഫുള്ള് ഷൂട്ടിംഗ് ഇഷ്ടമാണോ ഞങ്ങളിത് കുറച്ച് മുന്നേ ചെറുതായിട്ടൊന്ന് കല്ലുകളൊക്കെ ഇളകി വന്നിട്ടുള്ളൂ ഞങ്ങൾ മുകളിൽ വെച്ചിട്ട് അത് പിന്നെ ക്യാമറ ഓഫ് ആയിരുന്നു കഴിച്ചു അപ്പോൾ എടുക്കാൻ പറ്റിയില്ല അത് അയ്യോ ഞാൻ പറഞ്ഞു തീർന്നില്ല ഇതേ കണ്ടോ ലാൻഡ് സ്ലൈഡ് ഇപ്പം സംഭവിച്ച ലാൻഡ് സ്ലൈഡ് ആട്ടോ ഇതേ കണ്ടോ വണ്ടികളൊക്കെ ബ്ലോക്കായി ജസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സിന് മുമ്പേ സംഭവിച്ച ഒരു ലാൻഡ് സ്ലൈഡ് ആണിത് കണ്ടോ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവും ഗൈസ് ഇനിയിപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് BRO ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട് ഓക്കെ ഇനിയിപ്പോൾ സംഭവം ഇപ്പോൾ ജസ്റ്റ് ഇടിഞ്ഞു ഉണ്ടല്ലോ കേട്ടോ ഇനിയിപ്പോൾ അത് മാറ്റിയിട്ട് വേണം നമുക്ക് പോകാൻ ഇതിൻ്റെ മുകളിലും അതെ ചെറുതായിട്ടൊന്ന് ഞങ്ങൾ വരണ വഴിക്ക് തന്നെ നൈസായിട്ട് കല്ലുകളൊക്കെ കൊണ്ട് വീണ്ടായി എന്ത് റിസ്ക് ആണല്ലേ സീൻ ഇത് മാറിയിട്ട് കാണാം നമ്മുടെ മിലിറ്ററി പോലീസും BROസും ചേർന്നത് പട്ടപ്പട്ടയായതുകൊണ്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും വളരെ ഫാസ്റ്റാണ് അവർ ഒരു 1 സൈഡ് ക്ലിയർ ചെയ്താൽ നമുക്ക് പോകാൻ പറ്റും ഒരു ഹാഫ് ആൻ അവർ മുന്നേ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമ്മളവിടെ കോഫി പിടിക്കാൻ നിർത്തിയില്ല ഒരു ഹാഫ് ആൻ അവർ മുന്നേ ആണെന്നുണ്ടെങ്കിൽ നമുക്കും കിട്ടിയാനുണ്ട് അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ദൈവപുരുത്തം അല്ലെങ്കിൽ എന്തോ ഭാഗ്യമുണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സൈഡ് ഇതിപ്പോൾ ഇവരൊക്കെ മെല്ലെ മൂവി തുടങ്ങിയിട്ടുണ്ട് യെസ് ഗൈസ് 1 സൈഡ് അവർ ക്ലിയർ ചെയ്തു കേട്ടോ എന്ത് ഫാസ്റ്റായിട്ടാന്ന് അറിയാം ഒരു ക്ലിയർ ചെയ്തേ പട്ടപ്പട്ടാന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്തു കേട്ടോ അയ്യോ ലാൻഡ് സ്ലൈഡ് വലിയൊരു സീൻ തന്നെയാണ് ഗൈസ് ഞങ്ങൾക്ക് മുകളിൽ വെച്ച് ചെറുതായിട്ട് തന്നെ കിട്ടി അത് ജസ്റ്റ് മിസ് നടന്നു അത് കഴിഞ്ഞ് ഞങ്ങളൊരു കോഫി അടിക്കാനായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇറങ്ങി വരികയായിരുന്നു നോക്കുമ്പോൾ ഇവിടെ വീണ്ടും ലാൻഡ് സ്ലൈഡായി കിടക്കണം പക്ഷേ എന്താ അല്ലേ ഓ ഈ പാറയുടെ ഒരു കളർ നോക്കിയേ ഏത് ഈ സംഭവങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും വീഴാമെന്നുള്ള സെറ്റപ്പിലാണ് നിൽക്കണേ നോക്കി നിങ്ങൾ മുകളിലേക്കൊക്കെ സീനായിട്ടാണ് നിൽക്കണേ എല്ലാം ഏത് നിമിഷം വേണമെങ്കിലും വീഴാം അങ്ങനത്തെ സെറ്റപ്പിലാണ് നിൽക്കണേ ഗൈസ് ഇവിടെ ഭൂമി കുലുക്കരത്ത് കേൾക്കുന്ന അങ്ങനെ സംഭവം ഒന്നും വേണ്ട ജസ്റ്റ് ഇത് വെറുതെ വീഴും അങ്ങനത്തെ ഒരു മൂടാ ഷൂട്ടിംഗ് സ്റ്റോൺസ് ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ദിവസമാണെങ്കിൽ 10 വട്ടം ഉണ്ടാവുന്ന കുറയില് അങ്ങനത്തെ ഒരു സ്കീമാണ് ഇവിടെ ഒട്ടും ഉറപ്പില്ലാത്തൊരു തരം മണ്ണും പാറകളൊക്കെയാണ് ഗൈസ് ഈ പാറയുടെ കളർ നോക്കി വേറെ തന്നെ സീൻ അയ്യോ എന്താ ഇവിടെ ഇപ്പൊ വീണാണോ ഇമാരി പൊടി ഇവിടെയും ഇടിഞ്ഞു കഴിഞ്ഞാട്ടോ പക്ഷെ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ ഇങ്ങനത്തെ കുറെ ടെൻഷൻ ഉണ്ട് ഗൈസ് ഈ റോഡിൽ ഓടുമ്പോൾ പിന്നെ അത് ഇവിടെ പതിവാണ് നമ്മൾ ശ്രദ്ധിച്ച് ഓടിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല അതിൽ